വാട്ട്ചാറ്റിൽ ഒരുപാട് അപ്ഡേഷൻസുകൾ വന്നിട്ടുണ്ട്. നിങ്ങൾ വാട്ട്ചാറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇമെയിൽ ഐഡി അതായത് whatsapp.learnnow.com എന്ന് അടിച്ച് കഴിയുമ്പോൾ നിങ്ങൾ സൈനപ്പ് ചെയ്യാനുള്ള പേജ് വരും. അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡ് എൻ്റർ ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈനപ്പ് ചെയ്യാൻ പറ്റാത്ത കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഇതിൽ ഡു നോട്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ സൈനപ്പ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ സൈനപ്പ് എന്നുള്ളതിൽ നിങ്ങളുടെ ജിമെയിൽ അഡ്രസ്സ് അതായത് നേരത്തെ രജിസ്റ്റർ ചെയ്ത ജിമെയിൽ അഡ്രസ്സും പാസ്വേഡും നെയിമും ഫോൺ നമ്പറും എൻ്റർ ചെയ്തിട്ട് ടിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സൈനപ്പ് കൊടുക്കുക. സൈനപ്പ് കൊടുത്ത് കഴിയുമ്പോൾ അത് രജിസ്റ്റർ ആവും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മെയിൽ ഐഡിയും പാസ്വേഡും വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഓക്കെ, ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഇതേപോലത്തെ ഇൻ്റർഫേസിലായിരിക്കും വരാം. ഓക്കെ, ഇൻ്റർഫേസിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ചാറ്റും കാര്യങ്ങളും ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിലുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നേരത്തെ ഉപയോഗിച്ചിരുന്നവരാണെങ്കിൽ കുറച്ച് ചേഞ്ചസുകളും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇൻബോക്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സൈനപ്പ് ചെയ്തിരുന്ന ഇതുണ്ട്, നമ്മളുടെ ചാറ്റ് കാര്യങ്ങൾ. ഇപ്പോൾ ഇതിൽ ഒരു വാട്സപ്പ് നമ്പറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ വരുന്ന ഇൻബോക്സും കാര്യങ്ങളാണ് ഇവിടെ കാണാം. നമ്മൾ വാട്സപ്പ് നമ്പർ എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ വരുന്നത് ഇവിടെ നമ്മുടെ പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ മാനേജ് ഇൻസ്റ്റൻറ്റ് എന്നുള്ള ഓപ്ഷൻ നേരത്തെ കണക്ട് ചെയ്ത പോലെ തന്നെ മാനേജ് ഇൻസ്റ്റൻസിൽ ആഡ് ഇൻസ്റ്റൻസ് എന്നുള്ള ഓപ്ഷൻ വരും. അപ്പോൾ അവിടെ ഒരു പേര് കൊടുക്കുക. ജസ്റ്റ് ഞാനിപ്പോൾ 02 എന്ന് പറഞ്ഞ് കൊടുത്തു. അതിന് ശേഷം ഇവിടെ പ്ലസ് ഐക്കൺ കാണാം. ഈ പ്ലസ് ഐക്കണിൽ ജനറേറ്റ് കൊടുക്കുമ്പോൾ ഇതേപോലെ ഒരു QR കോഡ് കാണിക്കും. ആ QR കോഡ് നിങ്ങളുടെ ഫോണായിട്ട് സ്കാൻ ചെയ്യുക. ഓക്കെ, സ്കാൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ, അതായത് ഇവിടെ ജസ്റ്റ് വീഡിയോ നോക്കിയാൽ കാണാൻ പറ്റും. നമ്മളുടെ ഫോണിൽ സെറ്റിങ്സിൽ ലിങ്ക് എ ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ലിങ്ക് എ ഡിവൈസ് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഇതിൽ സ്കാൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ വാട്സപ്പ് കണക്റ്റ് ആയേക്കണേന് ഇവിടെ ഗ്രീനായിട്ടും കാണിക്കും. വാട്സപ്പ് കണക്റ്റ് ചെയ്യാത്തതിന് ഈ ഓഫ്ലൈൻ എന്നുള്ള ഒരു ഓറഞ്ച് ടൈപ്പ് ആയിട്ടായിരിക്കും കാണിക്കുക. നിങ്ങൾക്കിത് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡയറക്റ്റ് ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ എന്നുള്ള ഇത് കാണിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ആഡ് ഇൻസ്റ്റൻറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇൻബോക്സും കാര്യങ്ങളും ഇവിടെ കാണിക്കും, നമ്മൾ കണക്ട് ചെയ്തേക്കണം വാട്സപ്പ് നമ്പേഴ്സിൻ്റെ. ഓക്കെ, ഇനിയിപ്പോൾ ഇവിടെ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഫോൺ ബുക്ക്, നമ്മളെങ്ങനെ കോണ്ടാക്ട്സ് ആഡ് ചെയ്യുന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്യണതാണ്. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ ഒരു സാധാരണ നമ്മൾ നേരത്തെ ചെയ്തിരുന്ന പോലെ തന്നെ ഫോൺ ബുക്ക് ആഡ് ചെയ്യാം. ഫോൺ ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഞാനിപ്പോൾ ഡെമോ 01 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, ഡെമോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. എന്നിട്ട് ആഡ് കൊടുക്കുന്നു. ഓക്കെ, അതിന് ശേഷം നമ്മൾ ആഡ് നമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ, അതായത് ഇതിലേക്ക് നമ്പർ ആഡ് ചെയ്യണം. അതിന് നമ്മൾ ഇവിടെ ഈ പ്ലസ് ഐക്കൺ കണ്ടോ, ഈ പ്ലസ് ഐക്കണിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കോൺടാക്ട് നെയിം, ഫോൺ നമ്പർ, നോർമലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു കസ്റ്റമറിൻ്റെ നെയിമും ഇതാണെങ്കിൽ ഇവിടെ കോൺടാക്ട് നെയിമും കൊടുക്കുക, ഫോൺ നമ്പറും കൊടുക്കുക. ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഇത് കൊടുത്തതിന് ശേഷം ഇത് സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ആ കോൺടാക്റ്റ് അവിടെ സേവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് നോർമലി ഇൻഡിവിജ്വലായിട്ട് ആഡ് ചെയ്യുന്നത്. അത് ഈ ഡെമോ എന്ന് പറയുന്ന ഫോൺ ബുക്കിലാണ് ഈ കോൺടാക്ട്സ് സേവ് ആയേക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യണതാണ്. ഇനിയിപ്പോൾ ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യണമെങ്കിൽ ബൈ CSV ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ഇതിൻ്റെ സാമ്പിൾ ഫയൽ ഇവിടെ ഉണ്ട്. അത് നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം ആ ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ ശേഷം ഇത് ഡെമോ ഇതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. എന്നിട്ട് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്തതിന് ശേഷം ഫോൺ നമ്പർ ആഡ് ചെയ്യുമ്പോൾ കൺട്രി കോഡും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആഡ് ചെയ്യുക. ഓക്കെ, പ്ലസ് വേണ്ട, കൺട്രി കോഡ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഇതേപോലെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോർമാറ്റ് സെല്ല് വരും. അതിൽ കസ്റ്റംസിൽ 0 ആക്കി കൊടുക്കുക. 0 ആക്കി കഴിഞ്ഞ ശേഷം വീണ്ടും സേവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആ ഫയൽ നമ്മൾ ഏതാണോ ആ ഫയൽ സെലക്ട് ചെയ്യുക. ഇതിപ്പോൾ 02 ആണ് വരുന്നത്. ആ ഫയൽ സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് CSV ഫയൽ ആക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ആഡ് ആയി കഴിയുമ്പോൾ ഇവിടെ കറക്റ്റായിട്ടാണോ വന്നേക്കുന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, ഇങ്ങനെയാണ് കോൺടാക്ട്സ് ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്പർ എക്സ്പോർട്ട് ചെയ്തെടുക്കാനാണെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ എക്സ്പോർട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇനി ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ആണെങ്കിൽ ഈ ഫിൽട്ടർ എന്നുള്ള ഓപ്ഷനിൽ, അതായത് ഈ മൊബൈൽ നമ്പറിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 3 ഡോട്ട് കാണാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽട്ടർ എന്നുള്ള ഓപ്ഷൻ കാണാം. അവിടെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ആ നമ്പർ അവിടെ വരും. ഓക്കെ, ഇങ്ങനെയാണ് ഫോൺ ബുക്കിൽ നമ്പേഴ്സും കാര്യങ്ങളും ആഡ് ചെയ്യുന്നത്. ഇനി അടുത്ത ഫോൺ ബുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ പേര് കൊടുക്കുക, ആഡ് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇതേപോലെ ഒരു പ്ലസ് ഐക്കണിലാണ് കോൺടാക്ട്സ് നമ്മൾ
സേവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഫ്ലോ ബിൽഡറാണ്. ഫ്ലോ ബിൽഡർ എന്ന് പറയുന്നത് നമുക്ക് ഒരു മെസ്സേജ് അയക്കണം. ഒരു മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തിരുന്നത് നമ്മൾ ടെംപ്ലേറ്റ് മെസ്സേജസ് സേവ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതേപോലത്തെ മെത്തേഡ് തന്നെയാണ് ഇതിൽ ഫ്ലോ ബിൽഡറിൽ വരാം. ഫ്ലോ ബിൽഡറിൽ വന്നതിന് ശേഷം നമുക്ക് ഇത് പ്ലസ് ഐക്കണിൽ ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അതിൽ നമ്മുടെ ഇമേജസ് ആയിട്ടുള്ള ഫയലാണെങ്കിൽ ഇമേജസ് എന്നുള്ള ഇത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഡോക്യുമെൻ്റ് ആണെങ്കിലോ ഓഡിയോ, വീഡിയോ, ലൊക്കേഷൻ, പോൾ, ടെക്സ്റ്റ്, നോർമൽ ടെക്സ്റ്റ് ആണെങ്കിൽ അങ്ങനെ. ഓക്കെ, ഇപ്പോൾ ഇമേജ് ഞാൻ സെലക്ട് ചെയ്യാനാണ്. ഇമേജ് സെലക്ട് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ഞാൻ ഈ ഇമേജ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് ഞാനൊരു കണ്ടൻറ്റ് കൊടുക്കുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കണ്ടൻറ്റിന് വേണ്ടി എടുക്കണേ. ജസ്റ്റ് ഞാൻ ഈ കണ്ടൻറ്റ് എടുത്തിട്ട് കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, റിപ്ലൈ എന്നുള്ളത് ഞാൻ ജസ്റ്റ് വാല്യൂ 1 എന്ന് കൊടുത്തു. എന്നിട്ട് ഇത് പ്ലസ് കൊടുത്തു. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ഒരു സേവ് ആസ് എ ടെംപ്ലേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. അപ്പോൾ ഈ ഫയൽ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സേവ് എന്നുള്ളതിൽ ഫസ്റ്റ് ഡിജിറ്റൽ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുന്നു. ഓക്കെ, ഇത് ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ സേവ് എന്നുള്ള ഓപ്ഷനിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. സേവ് എന്നുള്ള ഓപ്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും ഡിജിറ്റൽ എന്നുള്ളത്. ഓക്കെ, മനസ്സിലായോ? പിന്നെ ഇത് മെസ്സേജ് അയക്കണം എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻഡിങ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്രോഡ്കാസ്റ്റിൻ്റെ ഉള്ളിൽ ഈ ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്യാമ്പയിൻ ടൈറ്റിൽ എന്നുള്ള ഓപ്ഷൻ ചോദിക്കും. ഞാനിപ്പോൾ 03 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഡിലേ ഇതും അതേപോലത്തെ ഡിഫോൾട്ടാണ്. അതിന് ശേഷം നമ്മൾ സെലക്ട് ഇൻസ്റ്റൻറ്റ്, നമ്മൾ കണക്ട് ചെയ്തേക്കണ വാട്സപ്പ് നമ്പേഴ്സ് കാണിക്കും. അതിൽ ഏത് ഇൻസ്റ്റൻ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ടെംപ്ലേറ്റ് ഏതാണെന്നുള്ളത്, നമ്മൾ ഡിജിറ്റൽ എന്ന് പറയുന്ന ടെംപ്ലേറ്റ് ആണ്. ഏത് ഫോൺ ബുക്കിലേക്കാണ് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടതെന്നുള്ള ഓപ്ഷൻ ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷനിലാണെങ്കിൽ നമുക്ക് ടൈം ഡിലേ, നമ്മൾ പറയുന്ന ടൈം, നമ്മളുടെ കൺട്രി ഏതാണോ ആ കൺട്രി സെലക്ട് ചെയ്തിട്ട് ഏത് ടൈമിലാണ് മെസ്സേജ് സെൻഡ് ചെയ്യുക എന്നുള്ള ഓപ്ഷനാണ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം ഇത് സബ്മിറ്റ് എന്നുള്ള കൊടുക്കുക. ഓക്കെ, സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്തിട്ട് ബ്രോഡ്കാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ പെൻഡിങ് ആണ്. ജസ്റ്റ് ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യുക. ഓക്കെ, റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നമുക്ക് മെസ്സേജ് പോയിട്ടില്ല, പെൻഡിങ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത്. നമ്മൾ കൊടുത്തേക്കുന്ന 5 to 20 സെക്കൻഡാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മെസ്സേജ് പോയിട്ടുണ്ട്. നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും മെസ്സേജ് ഇവിടെ വന്നിട്ടുണ്ടെന്നുള്ളത്. 1 സെക്കൻഡ്. ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും മെസ്സേജ് ഡെലിവേർഡ് ആയി എന്നുള്ളത്. ഓക്കെ, നമുക്കതിൽ തന്നെ സ്റ്റാറ്റസ് ഉണ്ട്. ഇവിടെ റീഡ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ചോദിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ കാണാൻ പറ്റും മെസ്സേജ് വന്നേക്കുന്നത്. ഓക്കെ, ഇതേപോലെ മെസ്സേജസ് ആയിരിക്കും വന്നിട്ടുണ്ടാവുക. ഓക്കെ, നമ്മൾ നേരത്തെ എടുത്ത കണ്ടൻറ്റ് അവിടെ കാണിക്കുന്നുണ്ടാവും. ഇമേജസ് എന്നുള്ള രീതിയിൽ അവിടെ കാണിക്കുന്നുണ്ടാവും. ഓക്കെ.